യേശു ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നിന്റെ ജീവിതത്തിൽ തടസ്സങ്ങൾ നേരിടുന്നവനാണ്. നീ എവിടെ തിരിഞ്ഞാലും തടസ്സങ്ങൾ, നീ എന്ത് ചെയ്താലും തടസ്സങ്ങൾ. ഒന്നും അങ്ങോട്ട് ശരിയാകാത്ത പോലെ. എല്ലാം ശരിയാകണമെന്നുണ്ട്, പക്ഷേ ഇറങ്ങിത്തിരിക്കുമ്പോൾ തടസ്സങ്ങൾ മാത്രം. എങ്കിൽ നീ നിരാശനാകേണ്ട, നീ ഭയപ്പെടുകയും വിഷമിക്കുകയും വേണ്ട. കാരണം കർത്താവ് നിന്നോട് പറയുന്നത്, തടസ്സങ്ങൾ മാറ്റിത്തരുന്ന ഒരു കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്നതാണ്. ഇന്ന് ധ്യാന വിഷയമായിട്ട് എടുക്കുന്ന വചനഭാഗം ഉൽപ്പത്തി പുസ്തകം 30-ാമത്തെ അധ്യായം 22-ഉം 23-ഉം തിരുവചനങ്ങൾ. ദൈവം റാഹേലിനെ സ്മരിച്ചു. അവളുടെ പ്രാർത്ഥന കേൾക്കുകയും അവളുടെ വന്ധ്യത്വം അവസാനിപ്പിക്കുകയും ചെയ്തു. അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. ദൈവം തൻ്റെ അപമാനം നീക്കിക്കളഞ്ഞതിനെ ഓർത്ത് ദൈവത്തെ റാഹേൽ സ്തുതിക്കുന്നു. നിന്റെ ജീവിതത്തിൽ തടസ്സങ്ങൾ നേരിടുന്നവനാണ്. നിന്റെ ജീവിതത്തിൽ നീ തടസ്സങ്ങൾ നേരിട്ട് നിരാശനാകുന്നവനാണോ? എങ്കിൽ വചനത്തിലൂടെ കർത്താവ് നിന്നോട് പറയുന്നു, ഭയപ്പെടേണ്ട. റാഹേലിൻ്റെ വന്ധ്യത്വം അവസാനിപ്പിച്ച അതേ കർത്താവ് നിന്റെ കൂടെയുണ്ട്. നിന്റെ ജീവിതത്തിലും നിന്റെ കുടുംബത്തിലുമുള്ള തടസ്സങ്ങൾ ഈ കർത്താവ് മാറ്റിത്തരും, എന്നിട്ട് നിന്നെ അനുഗ്രഹിക്കും. അതുകൊണ്ട് നീ നിരാശനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. നിന്റെ ജീവിതത്തിൽ പല വിധത്തിലുള്ള തടസ്സങ്ങളുണ്ട്. നീ ജോലിക്ക് പോകുമ്പോൾ അവിടെ തടസ്സം, നീ ജോലിക്ക് ശ്രമിക്കുമ്പോൾ അവിടെ തടസ്സം, എല്ലാം ശരിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതും അവിടെയും തടസ്സം. നീ ഭവന നിർമ്മാണത്തിൽ കിണർ കുഴിക്കുമ്പോൾ അവിടെയും തടസ്സം. ഭവന നിർമ്മാണം മുന്നോട്ട് പോകുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധികളിലും തടസ്സം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്ന് ഭവന നിർമ്മാണം തടസ്സപ്പെടുന്നു. ഇങ്ങനെ നീ ഇറങ്ങിത്തിരിക്കുന്ന വിവിധ മേഖലകളിൽ നീ തടസ്സങ്ങൾ നേരിടുന്നവനാണ്. എങ്കിൽ നീ വിഷമിക്കാതെ കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ, റാഹേലിൻ്റെ വന്ധ്യത്വം അവസാനിപ്പിച്ചു കൊടുത്ത അതേ കർത്താവ്, റാഹേലിൻ്റെ മുന്നിലുണ്ടായിരുന്ന തടസ്സങ്ങൾ നീക്കിക്കൊടുത്ത അതേ കർത്താവ് നിന്നോടും പറയും, നിന്റെ തടസ്സങ്ങളും മാറ്റിത്തരും. അതുകൊണ്ട് നിരാശനാകാതെ, ഭയപ്പെടാതെ, വിഷമിക്കാതെ നീ കർത്താവിനോട് പ്രാർത്ഥിച്ച നിന്റെ മുന്നിലുള്ള തടസ്സങ്ങൾ കർത്താവ് മാറ്റിത്തരും. ഇത് കർത്താവിൻ്റെ ഉറപ്പാണ് നിന്റെ മേലുള്ള. നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നിന്റെ കർത്താവ് നിന്റെ മുന്നിലുള്ള തടസ്സങ്ങൾ മാറ്റി നിന്റെ വഴി സുഗമമാക്കി തരും. അത് കർത്താവിൻ്റെ ഉറപ്പാണ്. അതുകൊണ്ട് ഈ വാക്കുകളിൽ, ഈ വചനങ്ങളിൽ നീ വിശ്വസിക്കുക. റാഹേലിൻ്റെ വന്ധ്യത്വം അവസാനിപ്പിച്ചു കൊടുത്ത കർത്താവ് നിന്റെ മുന്നിലുള്ള വിവിധ തരത്തിലുള്ള തടസ്സങ്ങൾ മാറ്റി നിന്നെയും അനുഗ്രഹിക്കും. ദൈവം നിന്നെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.